കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടറായിരിക്കുന്ന കാലത്ത് ഉണ്ടായൊരു സംഭവമാണ്. അതായത് 2004 ഓഗസ്റ്റ് മാസത്തിലാണ്. കാലത്തെ ഒരു 8-8:30 മണിയോടുകൂടി ചെമ്മണാമ്പതി എന്ന സ്ഥലത്ത്, അതായത് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ മുതലമട പഞ്ചായത്തിൽ മുതലമട വില്ലേജിൽ ഉള്ള ചെമ്മണാമ്പതി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട്. അവിടെ കൂടുതലും മാവിൻ തോട്ടങ്ങളും അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകളുമാണ്. കൂടുതലും തമിഴന്മാരായിട്ടുള്ള കർഷകരാണ് അവിടെയുള്ളത്. ഇത് തമിഴ്നാടിൻ്റെ ബോർഡറുമായിട്ട് വെറും 2 കിലോമീറ്റർ മാത്രം ഉള്ളിലുള്ള ആ ഒരു പ്രദേശമാണ് ചെമ്മണാമ്പതി എന്ന് പറയുന്നത്. ബോർഡറാണ്. അപ്പം അവിടെ ഒരു ധനാഢ്യനായ ഒരു കർഷകൻ, കന്തസ്വാമി കൗണ്ടർ, 65 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തിനെയും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയായിട്ടുള്ള അർക്കാണി അമ്മാളിനെയും വെട്ടി പരിക്കേറ്റ നിലയിൽ, അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ നിലയിൽ അവിടെ വീട്ടിൽ കിടക്കുന്നു, രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു എന്നുള്ളൊരു വിവരമാണ് അവിടെയുള്ള പരിസരവാസിയിൽ അയൽവാസിയും പഞ്ചായത്ത് മെമ്പറും കൂടി അവിടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ പറയുന്നു. പ്രായമായ ഈ 2 പേരും അവിടെ, അവർക്ക് 10-15 ഏക്കറോളം സ്ഥലമുണ്ട്. അതായത് മാവും തെങ്ങും കൃഷികളാണ്. ഈ കൗണ്ടർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവർ. ഈ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ കൗണ്ടർ വിഭാഗമാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർക്ക് ഏക്കർ കണക്കിന് ലാൻഡ് കൈവശമുള്ളവരാണ്. നല്ല കർഷകരാണ്. അവരോടൊപ്പം തന്നെ അവരുടെ പണിക്കാരും ഉണ്ടാവും. അവരവരുടെ പറമ്പിൽ അവർ ചെറിയ വീടുകൾ വെച്ച് താമസിക്കുന്ന ഒരു രീതിയിലാണുള്ളത്. ഞങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തേക്ക് പോയി. സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ ക്രൂരമായിട്ട് വളരെ ഭയാനകമായ നിലയിൽ 2 പേരെയും വെട്ടി അവർ 2 പേരും കിടക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഈ അർക്കാണി അമ്മാളെന്ന് പറയുന്ന ഈ ഭാര്യ, അതായത് ഈ ആ സ്ത്രീക്ക് ചെറിയ അനക്കമുള്ളതുപോലെ തോന്നുന്നുണ്ട്. ഉടൻ തന്നെ ഞങ്ങൾ ഒരു വണ്ടിയിൽ അവരെ പാലക്കാട് പാലാന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മരിച്ചോ ഇല്ലയോ എന്നുള്ളത് പോലും അറിയില്ല. അത്രമാത്രം, കാരണം എപ്പോഴാണ് ഈ സംഭവം നടന്നതെന്ന് ഉള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ വിവരമില്ല. രക്തം തളം കെട്ടി കിടപ്പുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് അയച്ചു. മറ്റ് കന്തസ്വാമി കൗണ്ടർ പ്രായമായ ആൾ മരണപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പം മറ്റ് കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നു. അപ്പം ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 10, 15 അല്ലെ 8, 10 ഒക്കെ ഏക്കർ സ്ഥലങ്ങൾ വിജനമായ പ്രദേശങ്ങളാണ്. ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വീട് വരുന്നത് ചിലപ്പോൾ ഒരു 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 ഫർലോങ്ങും ഒക്കെ കഴിഞ്ഞ് ഉള്ള ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ രാത്രിയിൽ ആരാണ് അവരെ ആ രീതിയിൽ ഈ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം അയൽവാസികൾക്കും പറയാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ അവരുടെ പണിക്കാർ, അവരുടെ പറമ്പിൽ തന്നെ താമസിക്കുന്ന ജോലിക്കാരോടും മറ്റുമൊക്കെ അന്വേഷിച്ചതിൽ അങ്ങനൊരു അസ്വാഭാവികമായിട്ടുള്ളത് ഒന്നും അവർക്കും പറയാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ ഈ രാത്രിയിൽ ആരെങ്കിലുമൊക്കെ വന്ന് നടന്നു പോയാലും വഴികളുണ്ട്. ഈ വീട്ടിലേക്ക് വരുന്ന വഴിയുണ്ട്, അടുത്ത പറമ്പിലേക്ക് പോകുന്ന വഴികളുണ്ട്. അപ്പോൾ ആര് വന്ന് പോയാലും ആരും ശ്രദ്ധിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഒരു ഗ്രാമീണമായ അന്തരീക്ഷമാണ്. പ്രത്യേകിച്ചും തമിഴ് കൾച്ചറാണ് അവിടെ കൂടുതലും. നമ്മളുടെ മലയാളികൾക്കും അവിടെ പറമ്പുകളും തോട്ടങ്ങളും ഉണ്ടെങ്കിലും അവർക്കൊന്നും അവിടെ പണിക്കാരായി നിൽക്കുന്ന ആളുകൾ മാത്രമേ മിക്കപ്പോഴും അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് നമ്മുടെ സാധാരണ നിലയിലുള്ളൊരു അന്വേഷണത്തിനോ അല്ലെ സാധാരണ നിലയിലുള്ള ഒരു ബോധ്യത്തിനോ വരുന്ന രീതിയിലല്ല. അപ്പോൾ വളരെ ഇത് ഏത് രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്. കാരണം അവിടെ മറ്റാരുമില്ല. ഇയാൾക്കൊരു മകനുണ്ട്, അയാളവിടെ താമസമില്ല. അയാളുടെ ഭാര്യയുടെ വീട്ടിൽ പൊള്ളാച്ചി ഭാഗത്ത് തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ഇയാൾക്ക് മറ്റ് വിരോധികളൊന്നുമില്ല. ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പ്രത്യക്ഷത്തിൽ. പിന്നെ ഇവർക്ക് വിരോധികളുണ്ടോ? ഇവരെ കൊന്നിട്ട് എന്ത് നേടാനാണ്? കാരണം മറ്റ് യാതൊരു രീതിയിലുള്ള ഒരു ധാരണയും അല്ലെങ്കിൽ ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നില്ല.
അപ്പം ഏതെങ്കിലും നമുക്കിപ്പം അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം പോലീസിനുമില്ല, പരിസരവാസികൾക്കുമില്ല. ഇവരൊറ്റയ്ക്ക് തന്നെ ജീവിക്കുന്നു, അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു. അവർക്ക് സഹായികളായിട്ട് പണിക്കാരുണ്ട്, ജോലിക്കാരുണ്ട്, മറ്റെല്ലാം ഉണ്ട്. എന്നിരുന്നാലും ജോലിക്കാരാണെങ്കിലും അവർ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. ജോലിക്കാരെന്നുള്ള രീതി വന്നു പോകുന്നേ ഉള്ളൂ. ഇവരുടെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്കറിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു. ശക്തമായ നിലയിൽ അന്വേഷണം ആരംഭിച്ചു. ഞങ്ങൾ സ്ഥലത്ത് വന്നു. DYSP വാഹിദായിരുന്നു, വാഹിദ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നു. സ്ക്വാഡായിട്ട് പോലീസുകാരെ തിരിച്ചു. പല രീതിയിലുള്ള അന്വേഷണങ്ങൾ പരിസരത്തെല്ലാം നടത്തി. യാതൊരു സൂചനയും കിട്ടുന്നില്ല. ഇവരെ കൊലപ്പെടുത്തേണ്ട കാര്യം ആർക്കുമില്ല, ആരെയും സംശയിക്കുന്നില്ല. അപ്പം ഒരു രീതിയിലും തെളിവില്ലാത്ത, ഒരു ഊഹവുമില്ലാത്ത ഒരു കേസായിട്ടാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ അർക്കാണി അമ്മാൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്. സംസാരിക്കാൻ പോയിട്ട് ആ ചലനം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അവിടെ ആശുപത്രിയിൽ തുടരുന്നത്. അപ്പം അവിടെ നിന്നുള്ളൊരു വിവരം അവർ മരണപ്പെടുമോ അല്ലെങ്കിൽ അവർ രക്ഷപ്പെടുമോ എന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ളൊരു സൂചന ലഭിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നൊരു തെളിവ് നമുക്ക് അടുത്ത ദിവസങ്ങളിലോ അവർ റിക്കവർ ചെയ്യുന്നതിന് മുമ്പായിട്ടോ നമുക്ക് കിട്ടാൻ മാർഗമില്ല. അപ്പോൾ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് ഞങ്ങളുടേതായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തന്നെ തുടരുന്നതാണ്. ഓരോ ദിവസവും ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്, ഏതെങ്കിലും രീതിയിലുള്ള അവരുടെ ആരോഗ്യസ്ഥിതിയുടെ പുരോഗതി ഉണ്ടോ എന്നുള്ളത്. പക്ഷെ അതില്ല. അപ്പോൾ ആ നിലയ്ക്കൊരു തെളിവിലേക്ക് വരാനുള്ള സാധ്യത ഞങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് അത് ഏതായാലും സമയമെടുക്കും. അവർ റിക്കവർ ചെയ്ത് വന്നെങ്കിൽ മാത്രമോ നടന്ന സംഭവം എന്താണെന്നുള്ളത് പറയാനുള്ളൂ. കാരണം ഇവരുടെ വീടിൻ്റെ പരിസരത്ത് ഒരു 300 മീറ്റർക്കുള്ളിൽ മറ്റ് ആരും താമസമില്ല. അതിനപ്പുറത്ത് അവരുടെ തന്നെ ജോലിക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷേ അവർ ഒരു 8 മണിയോടുകൂടി ഒക്കെ കിടന്നുറങ്ങുന്ന രീതിയിലുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നാവുന്ന സംശയം, ഇവരുടെ കയ്യിൽ പണമുണ്ടെന്ന് കരുതി വന്ന ഏതോ കള്ളന്മാരായിരിക്കാം. കാരണം തമിഴ്നാടിൻ്റെ ബോർഡറാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഇവിടുന്നോ പാലക്കാടെന്നോ അല്ലെങ്കിൽ തൃശ്ശൂരിന്നോ അല്ലെങ്കിൽ മറ്റ് കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് എത്തിപ്പെടാനും വലിയ ബുദ്ധിമുട്ടാണ്. ആരാണെങ്കിലും ഒരു കവർച്ച ചെയ്യണമെന്ന് ഉദ്ദേശത്തിൽ വരുന്ന ആളുകൾക്ക് അങ്ങോട്ട് വരാനായിട്ട് ഭൂപ്രദേശം അത്രയ്ക്ക് പരിചിതമല്ല. പിന്നെ തന്നെയല്ല, പെട്ടെന്ന് അവിടെ വാഹനമില്ലാതെ ഒന്നും എത്തിച്ചേരാനും പറ്റില്ല. ചെമ്മണാമ്പതി ആ ഭാഗമെന്ന് പറയുന്നത് അതിൻ്റെ തെക്ക് വശം നെല്ലിയാമ്പതി മല നിരകളാണ്. ഇവരുടെ വീടും കഴിഞ്ഞ് കുറച്ചുകൂടെ തെക്കോട്ട് പോകുമ്പോൾ പിന്നെ മറുവശത്ത് കുറേ ഭാഗം പരമ്പിക്കുളം ഫോറസ്റ്റുമായി അല്ലെങ്കിൽ ആ മലകളുമായിട്ട് ബന്ധപ്പെട്ടതും കുറച്ച് ഭാഗം തമിഴ്നാടിൻ്റെ ഈ ആനമല ആ മേഖലയാണ്. സേത്തുമട, ആനമല, അങ്ങനെയൊക്കെയുള്ള ആ പ്രദേശമാണ്. അപ്പം ഒരു നിഗമനത്തിൽ ഞങ്ങൾ എത്തിയത് എന്താണെങ്കിലും തമിഴ്നാടുമായി ബന്ധപ്പെട്ട സംഭവമായിരിക്കും. പ്രത്യേകിച്ചും അവിടെ ഈ ബോർഡർ സ്റ്റേഷനുകളിൽ ഈ ബോർഡർ കടന്നു വന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സംഘങ്ങളുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട്. കാരണം ഇവിടെ സമ്പന്നരായ കൃഷിക്കാരും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തമിഴ്നാട്, ആനമല, പൊള്ളാച്ചി, സേത്തുമട ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉള്ള കവർച്ചക്കാരും അതുപോലെ തന്നെ കള്ളന്മാരും വന്ന് മോഷണം നടത്തി പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആദ്യം ഞങ്ങളൊന്ന് അന്വേഷിച്ചു. കാരണം ആനമല പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഉടുമൽപേട്ട പോലീസ് സ്റ്റേഷനിലും പൊള്ളാച്ചി പോലീസ് സ്റ്റേഷനിലുമൊക്കെ എത്തി അവിടുത്തെ ഈ രീതിയിൽ മുൻ കവർച്ചക്കാർ അല്ലെങ്കിൽ കൊലപാതകത്തോടു കൂടിയുള്ള കവർച്ച ഇങ്ങനെയുള്ളവരുടെയൊക്കെ ലിസ്റ്റ് എടുത്തു. അപ്പോൾ അത് ഓരോ ആളുകളെയും ഞങ്ങൾ വ്യക്തിപരമായി തന്നെ ഓരോ സ്ക്വാഡിനെ വിട്ട് പരിശോധിച്ചു. ഇവർ ചെമ്മണാമ്പതിയുമായിട്ടോ അല്ലെങ്കിൽ ഈ ഗോവിന്ദാപുരം, ചെമ്മണാമ്പതി ഇതൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അവിടെയുമായിട്ടൊക്കെ ബന്ധമോ അല്ലെങ്കിൽ അവിടെ വന്ന് പോവുകയോ ഒക്കെ ചെയ്ത ആളുകളുണ്ടോ എന്നുള്ളത്. അത് തന്നെയുമല്ല, ഈ സംഭവം നടക്കുന്നതിന് ഒരു 1.5 കിലോമീറ്റർ മാറിയാണ് ചെമ്മണാമ്പതി ചെക്ക് പോസ്റ്റുണ്ട്. അവിടെ വാഹനങ്ങൾ നിർത്തി പരിശോധിച്ചും മറ്റുമൊക്കെയായിട്ട് വരുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നടന്നു വരുന്ന ഒരാൾക്ക് വന്ന് ഈ വീട്ടിലെത്താൻ പറ്റും. കാരണം അതിനുള്ള വഴികൾ മെയിൻ റോഡല്ലാതെ ചെറിയ വഴികളിലൂടെ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തി ഓരോ മുൻ കുറ്റവാളിയെയും കണ്ടെത്തി ഈ രീതിയിലൊരു കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടോ അല്ലെ അങ്ങനെ ഉള്ളവരുണ്ടോ എന്നുള്ളത് ഞങ്ങൾ വെരിഫൈ ചെയ്തു. അവരുടെ അന്നുള്ള അല്ലെങ്കിൽ ആ ദിവസത്തെ എവിടെയായിരുന്നു എന്നുള്ളത്. അതിൽ ചിലരൊക്കെ അന്വേഷിക്കുമ്പോൾ ജയിലിലുണ്ട്, ചിലരൊക്കെ നാട് വിട്ട് പോയവരാണ്, പിന്നെ അവർ സ്ഥിരമായി നാട്ടിൽ വരാത്തവരാണ്. അങ്ങനെ
ഞങ്ങൾ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലൂടെയും അലഞ്ഞു തിരിഞ്ഞു. പല സ്ക്വാഡുകളും മഫ്തിയിലും തമിഴ്നാടും അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി തന്നെ തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടുകൂടിയും അന്വേഷണം നടത്തി. ശരിക്കും ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ ആണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും ആര് എന്ത് എങ്ങനെയെന്നുള്ളത് ഒരു നിശ്ചയമില്ലാത്തൊരവസ്ഥ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പിന്നെ ഒരു സൂചനയെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ അന്വേഷണത്തിൽ പുറത്തുനിന്നുള്ള ഒരു കുറ്റവാളി അവിടെ വന്നോ അല്ലെ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിശോധിച്ചത്. പക്ഷേ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അത് വളരെ വളരെ വിദൂരമായിട്ടുള്ളൊരു സാധ്യത എന്നുള്ള നിലയിലാണ് നമുക്ക് കാണുന്നത്. അതേസമയം തന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടവർ, ഇവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഈ സംഭവത്തിന് ശേഷം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് രഹസ്യമായിട്ട് അന്വേഷിക്കാൻ ഉള്ള പോലീസുകാരെ നമ്മൾ ഏർപ്പാടാക്കി, അതും തമിഴ്നാട്ടിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സംശയം ഇല്ല. പക്ഷേ ഈ പോലീസ് തമിഴ്നാട്ടിൽ ഈ ആനമല എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഒരു സൂചന ഒരു സ്ഥലത്തു നിന്ന് കിട്ടി. അതായത് ഇയാളുടെ മകൻ ഒരു വക്കീലിനെ കാണാൻ പോയി എന്നുള്ള ഒരു വിവരം കിട്ടി. അപ്പം ഇയാളുടെ മകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യ വീട്ടിലാണ് അയാളുടെ താമസം. അത് ഏകദേശം നമ്മുടെ തമിഴ്നാട് കേരളത്തിൻ്റെ ബോർഡറിൽ നിന്നൊരു 10-20 കിലോമീറ്ററോളം ഉള്ളിലുള്ള ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ അയാൾ ആനമലയുള്ള വക്കീലിനെ കാണാൻ പോയി എന്നുള്ളൊരു വിവരം അതെന്തിനായിരിക്കാം എന്നുള്ളത് ഞങ്ങൾക്കൊരു സംശയം പോലെ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലേക്ക് വന്നു. അപ്പോഴും അയാൾ അമ്മയെ കാണാനും ആശുപത്രിയിലും എല്ലാം പോകുന്നുണ്ട്. അയാളുടെ ഭാര്യയുമുണ്ട്. മറ്റൊരു സംശയത്തിനുള്ള ഇടം ഞങ്ങൾക്കില്ല. കാരണം പ്രത്യേകിച്ചും ഇങ്ങനെ സംഭവത്തിൽ സ്വന്തം മകനെ നമ്മൾ സംശയിക്കുക എന്ന് പറയുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അതിനെ കുറച്ചുകൂടെ വാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് ഉള്ള രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കെ മറ്റൊരു സംഭവം ഇതിനോടകം ഉണ്ടാകുന്നുണ്ട്. അപ്പം അവിടെ ഈ ബോർഡറിനടുത്ത് തന്നെ ചെമ്മണാമ്പതിയിൽ തന്നെ മറ്റൊരു കൊലക്കേസിൽ പ്രതിയായ ഒരാളുണ്ടായിരുന്നു. ആ നാട്ടിലുള്ള ആളായതുകൊണ്ട് നമ്മൾ അയാളെ സംശയിച്ചിരുന്നു. അയാളെ പോയി അയാളുടെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. പക്ഷേ അയാൾക്ക് ഈ കൃത്യത്തിൽ ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. അയാൾക്ക് അതുകൊണ്ടൊരു നേട്ടവും ഇല്ല. സ്വത്ത് തട്ടിയതായിട്ട് അല്ലെ സ്വർണമോ അല്ലെങ്കിൽ ഇതോ പോയതായിട്ടൊരു ഇതുമില്ല. പിന്നെ ഒരു വിരോധമാണ് വേണ്ടത്. അപ്പം അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു ആക്ഷേപം മകൾക്കോ അല്ല മകനോ മരുമകൾക്കോ ആർക്കുമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അയാൾ നമ്മൾ സംശയിക്കാതെ നമ്മൾ വിട്ടിരുന്നതാണ്. അപ്പോൾ പിന്നീട് വീണ്ടും ഈ മകൻ്റെ പ്രവർത്തനത്തിൽ മകന് ഈ പറഞ്ഞ അച്ഛൻ മരിച്ചതിലോ അമ്മയുടെ ഗുരുതരാവസ്ഥയിലോ ഒക്കെ അത്രയ്ക്കൊരു ഒരു ഫീലിംഗ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മളത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ മകൻ്റെ ഭാര്യ, മകൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. അതുപോലെ തന്നെ മകൻ്റെ ഭാര്യയുടെ പേര് മസ്നമണി എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇവരെക്കാൾ സാമ്പത്തികമായിട്ട് കുറച്ച് അവരെപ്പറ്റി ഞങ്ങൾ ആ വീടും മറ്റു കാര്യങ്ങളും കൂടുതൽ അന്വേഷിച്ചു. അവരുടെ സാമ്പത്തിക സ്ഥിതി ഈ പറഞ്ഞ അച്ഛൻ്റെ അമ്മയുടെയും അല്ലെങ്കിൽ ഈ രാജേന്ദ്രൻ്റെ വീട്ടുകാരുടെ അത്രയും ഇല്ല. അപ്പോൾ കൂടുതലായിട്ട് നോക്കിയപ്പോൾ അവർ കുറച്ച് ചിലവഴിക്കുന്ന കൂട്ടത്തിലാണ്. ആ പൈസയും മറ്റുമൊക്കെ ചിലവഴിക്കുന്ന രീതിയിലാണ്. അപ്പോഴും നമുക്ക് സംശയങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ മുമ്പ് ചോദ്യം ചെയ്ത് വിട്ടയച്ച് പോയ ചെന്നിയപ്പൻ എന്ന് പറഞ്ഞ മുൻ ജയിൽ ശിക്ഷ അനുഭവിച്ച കൊലയാളി ഈ സമയത്ത് അവിടെ ഒരു കൃഷിക്കാരനായിട്ടുള്ള ഒരു മലയാളിയെ സമീപിച്ചിട്ടുണ്ട്. ആ മലയാളിയാണ് ഇയാളെ മുമ്പുള്ള കേസിൽ അയാൾ പെട്ട കേസിൽ പോലീസിലും മറ്റുമൊക്കെ ആയിട്ട് സഹായിക്കാനായിട്ട് നിന്ന ഒരാളാണ്. കാരണം അയാളുടെ കൂടി പണിക്കാരനാണ്. ഇയാൾ ജോലിക്കുമൊക്കെ അവിടെ പോകാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ചെന്നിയപ്പൻ എന്ന് പറഞ്ഞ ആൾ ഈ മലയാളിയോട് ഈ മകനെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. ആ മലയാളി ആ വിവരം പോലീസിൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ചെന്നിയപ്പൻ ഈ വന്ന് മകൻ ഇക്കാര്യത്തിലൊരു ബന്ധമുണ്ടെന്നുള്ളത്
മലയാളിയോട് പറയേണ്ട കാര്യമെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർ അതെന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ചെന്നിയപ്പനും അതുപോലെ തന്നെ മകനായ രാജേന്ദ്രനും തമ്മിൽ ഈ സംഭവങ്ങൾക്കൊക്കെ മുമ്പ് എന്തോ ചില ധാരണകളുണ്ടായിരുന്നു. ആ ധാരണയിൽ എന്തോ വ്യത്യാസം വന്നപ്പോഴാണ് ഈ രാജേന്ദ്രൻ്റെ പേരിൽ ആരോപണം ചെന്നിയപ്പൻ പറയാനുള്ള സാഹചര്യം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ കാര്യത്തിൽ ഈ ചെന്നിയപ്പനെ വിളിച്ച് ഞങ്ങൾ ചോദിക്കാൻ നിന്നില്ല. മകൻ്റെ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെ വെരിഫൈ ചെയ്യും, പിന്നീട് ചെന്നിയപ്പനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ചെന്നിയപ്പൻ ആദ്യഘട്ടത്തിൽ മകനെ സംശയിക്കണം, മകനെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള താല്പര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അച്ഛനെ വകവരുത്തുമോ ഇല്ലയോ എന്നുള്ളത് അയാൾക്കറിയില്ല. പക്ഷേ സ്വത്തിനോട് താല്പര്യമുണ്ട്. ഈ അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം വരെ കാത്തിരിക്കാനുള്ള സമയമില്ല എന്നുള്ള മട്ടിൽ ഈ മകൻ ഒരിക്കൽ സംസാരിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൂചന എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിവരം എന്തുകൊണ്ടാണ് ചെന്നിയപ്പൻ ഈ പറഞ്ഞ മലയാളിയോട് പറയുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് സംശയം തോന്നി. അപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് ഈ മലയാളിയെ തന്നെ അതിൽ കൃത്യമായ വിവരങ്ങൾ അന്വേഷിക്കാനും മനസ്സിലാക്കാനുമായിട്ട് ഏർപ്പാടാക്കി. അയാൾ ആ ഒരു കാര്യത്തിൽ കുറച്ച് കഴിവും പ്രാപ്തിയുള്ള ആളാണ്. അത്യാവശ്യം കേസിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാവുന്നതും അറിയാവുന്ന ആളാണ്. അപ്പോൾ അയാൾ ഈ ചെന്നിയപ്പനുമായിട്ട് സംസാരിച്ചു. ചെന്നിയപ്പന് വിശ്വാസമാണ്. കാരണം അയാൾ ചെന്നിയപ്പനെ സഹായിക്കുമെന്നുള്ള ഒരു ബോധ്യമുണ്ട്. അങ്ങനെ അവർ ചേർന്ന് സംസാരിച്ച് വന്നപ്പോൾ ഇതിലേക്കുള്ള സൂചനയും കാര്യങ്ങളും അയാൾ മനസ്സിലാക്കുകയാണ് ഈ മലയാളി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പം ഈ മകനും മരുമകളും ഈ കേസ് സ്വത്ത് തട്ടിയെടുക്കുന്ന കാര്യത്തെപ്പറ്റി പലപ്പോഴും അയാളോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം ഒരിക്കൽ ഇവർ ഒരുമിച്ച് സംസാരിച്ചു. മരുമകളില്ല, മകനും പിന്നെ അവരുടെ ഒരു ബന്ധുവായിട്ടുള്ള കാർത്തിക് എന്ന് പറഞ്ഞ ഒരു ബന്ധുവുമുണ്ട്. അതായത് മകൻ രാജേന്ദ്രൻ ചെന്നിയപ്പനെ അയാളുടെ അച്ഛനെയും അമ്മയും കൊല്ലുന്നതിനായിട്ടാണ് ഏർപ്പെടുത്തിയിരുന്നു. കൊലപ്പെടുത്തിയതിന് ശേഷം സ്വത്ത് തൻ്റെയും ഭാര്യയുടെയും കൈവശം വരുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അത് ചെന്നിയപ്പനെ ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ രണ്ടുപേരും, അതായത് അച്ഛനും അമ്മയും, അതിൽ അമ്മ മരിക്കാതെ വന്നപ്പോൾ ഈ പ്ലാനിങ്ങിൽ ചില അപാകതകൾ സംഭവിച്ചതായിട്ട് രാജേന്ദ്രന് ബോധ്യപ്പെട്ടു. ഏതെങ്കിലും കാരണവശാൽ അമ്മ രക്ഷപ്പെട്ടു വരികയും മകൻ്റെ ഇക്കാര്യത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ മകൻ പങ്കാളിയായിരുന്നു എന്നുള്ളത് പുറത്തറിയുമോ എന്നുള്ള ഒരു സംശയവും അയാൾക്കുണ്ടായി. അപ്പം ചെന്നിയപ്പൻ്റെ മേളിലേക്ക് അല്ലെങ്കിൽ ചെന്നിയപ്പൻ്റെ പേരിലേക്ക് ഈ കൊലപാതകം ത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ ചാരാനുള്ള സാധ്യത ഉള്ളതായിട്ട് ചെന്നിയപ്പന് തോന്നി. അതുകൊണ്ടാണ് ചെന്നിയപ്പൻ ഈ സൂചന ആദ്യമേ തന്നെ ഈ പറഞ്ഞ രാജേന്ദ്രനെതിരായിട്ട് പറയുന്നത് ഈ മലയാളിയോട്. ഈ രീതിയിൽ കൂടുതലായിട്ട് ഞങ്ങൾ അന്വേഷിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ ചെന്നിയപ്പനും രാജേന്ദ്രനും തമ്മിൽ എന്തായിരുന്നു ധാരണ എന്നുള്ളത് മനസ്സിലാക്കി. ഒരു തുക കൈമാറാമെന്ന്, അച്ഛനും അമ്മയും കൊലപ്പെടുത്തിയാൽ ഒരു തുക കൈമാറാമെന്ന് രാജേന്ദ്രൻ, അതായത് മരണപ്പെട്ട ആളുടെ മകൻ, ചെന്നിയപ്പന് വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ ആ തുക കൊടുക്കുന്ന കാര്യത്തിൽ മകൻ സംശയം പറഞ്ഞു, അല്ലെങ്കിൽ അതിന് തടസ്സം പറഞ്ഞു. അപ്പോൾ ഇവർ പരസ്പരം ഉണ്ടായ ധാരണയിൽ നിന്ന് വ്യത്യാസമുള്ളതുകൊണ്ട് പരസ്പരം മറ്റൊരാളാണ് കൊന്നത്, അല്ലെങ്കിൽ രാജേന്ദ്രനാണ് കൊന്നതെന്ന് ചെന്നിയപ്പനാണ് കൊന്നതെന്ന് രാജേന്ദ്രനും വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഞങ്ങൾ ചെന്നിയപ്പനെ ആദ്യം കൂട്ടി പോലീസ് സ്റ്റേഷനിൽ വന്നു. ചെന്നിയപ്പനോട് കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് സംസാരിച്ചു. ചെന്നിയപ്പന് ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയാം. അയാൾ മുമ്പൊരു കൊലപാതകത്തിൽപ്പെട്ടതാണ്, ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. പക്ഷേ അയാളൊരു ക്രിമിനലാണ്, ബോൺ ക്രിമിനലാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റ് ധാരണകളൊന്നുമില്ല. ആരെ കൊന്നാലും അയാൾക്ക് കുറച്ച് കാശ് കിട്ടണം, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി അയാൾ ആരെയും കൊല്ലും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രിൻസിപ്പിളോ ഉള്ള ആളല്ല. വിദ്യാഭ്യാസവുമില്ല. അപ്പോൾ കൃഷിപ്പണിക്ക് പോകുന്നു. അയാൾക്കും സ്വന്തമായിട്ട് 2-3 ഏക്കർ സ്ഥലമുണ്ട്. പിന്നെ അയാൾ മറ്റുള്ളവരുടെ പറമ്പിൽ പണിക്കും പോകുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ മുഴുവനായിട്ട് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം ആരൊക്കെയാണ് ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ചെന്നിയപ്പനിൽ നിന്നാണ് ആദ്യം ലഭിക്കുന്നത്. ചെന്നിയപ്പനെ അറസ്റ്റ് ചെയ്തു ആദ്യം. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഈ പറഞ്ഞ രാജേന്ദ്രനെയും
അവരുടെ സഹായിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ആ ബന്ധു കാർത്തിക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെയും ഈ കേസിലേക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ SI ആയും CI ആയും ഇപ്പോൾ DYSP ആയും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ അറിയപ്പെടുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ആ പോലീസ് ഓഫീസർ അയാൾ അവിടെ മാത്രമല്ല, ആ തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് പരക്കെ അറിയപ്പെടുന്നത്. പക്ഷേ സനൽകുമാറിന് മഫ്തിയിലായിരുന്ന ഈ DYSPയെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അവർ തമ്മിൽ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് തർക്കമാവുകയും പിടിവലിയാവുകയും ചെയ്തു. അവർ റോഡിൻ്റെ ഓരത്ത് നിൽക്കുകയാണ്. സനൽകുമാറും അതുപോലെ തന്നെ DYSPയുമായി ഉന്തും തള്ളുമായി. ഉടൻ തന്നെ ഈ സനൽകുമാർ റോഡിലേക്ക് വീഴുന്നുണ്ട്.